ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ലെവലൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 150 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിലത്തെ റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് അവിടെ നിന്ന്, ശരിയല്ലേ? അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് എവിടെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? മാർക്കറ്റ് ഇതിന് നടുക്കാണ് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ട്രേഡ് ഇല്ല. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ തിരിച്ചു വന്നു. നേരെ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടുന്ന് കൃത്യമായിട്ട് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓപ്പണിംഗ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ബ്രേക്ക് ചെയ്യാതെ നേരെ തിരിച്ച് വന്നു. അവിടുന്ന് ശേഷം നമ്മുടെ ഓപ്പണിംഗ് ലെവൽ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ലെവൽ, അല്ലേ? ഓപ്പണിംഗ് ലെവലിന് ശേഷം മാർക്കറ്റ് തിരിച്ച് വീണ്ടും അവിടുന്ന് ബൗൺസ് ചെയ്ത് ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം 10-30 പോയിന്റ് ഒക്കെ കൃത്യമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലേ? ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്തു. അല്ല, ഇവിടുന്ന് നിങ്ങൾക്ക് തിരിച്ച് സീറ്റ് എടുക്കായിരുന്നു. ശേഷം വീണ്ടും നമ്മുടെ അതേ റെസിസ്റ്റൻസ് പോയി തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ, ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റികൾ, അതായത് വയലന്റ് മൂവില്ല, കാരണം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളൊരു ബോക്സ് വരച്ചായിരുന്നു, അല്ലേ? ഈ ബോക്സിനകത്ത് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇത് ബ്രേക്ക് ചെയ്തു, കുറച്ച് മേലോട്ട് പോയി, എങ്കിലും വളരെ സ്ലോലി മൂവ് ആയിരുന്നു. അതായത് മാർക്കറ്റിന് സ്ട്രെങ്ത് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ കണ്ടത്. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ ഒരു എവിടെയാണ് നമ്മളൊരു മർബോസ് കണ്ടത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ കറക്റ്റായിട്ട്. ഒരു ഇവിടെ ഓക്കെ, മാർക്കറ്റ് അതിനുശേഷം നമ്മുടെ മുകളിൽ നിന്ന് താഴെ പൊട്ടി വന്നു, ഇതിനകത്ത് കയറി നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ രണ്ട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞായിരുന്നു, അല്ലേ? ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി അവിടെ പറഞ്ഞത് ഒരു ബുള്ളിഷ് എൻകൾഫിങ്, കാരണം നമ്മുടെ ബോക്സിന്റെ താഴെ വന്ന് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തു, ഇല്ലേ? ഇവിടെ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം അപ്പം ഞാനിവിടെ പറഞ്ഞിരുന്നു, അപ്പം ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ് വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ എൻഗൾഫിങ് വർക്ക് ചെയ്തില്ല. കാരണം എന്താ? നെക്സ്റ്റ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ അതിന് താഴെ വീണ്ടും പോയി, അല്ലേ? അപ്പോൾ നമുക്കിത് വാലിഡ് അല്ല. നമ്മളെന്താ പറഞ്ഞിരുന്നത്? 50% ഇന്ന് കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യത്തില്ല, അല്ലെ ബുള്ളിഷ് എൻഗൾഫിങ് വർക്ക് ചെയ്യത്തില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, വീണ്ടും താഴോട്ട് പതുക്കെ വന്ന് നമ്മുടെ അടുത്ത സപ്പോർട്ട് എടുത്തു, അല്ലേ? അടുത്ത സപ്പോർട്ടിന്റെ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ നമ്മൾ എത്തി മാർക്കറ്റ്. അപ്പം അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഞാൻ പറഞ്ഞു, ഇവിടുന്ന് വീണ്ടും ഒരു ബുള്ളിഷ് എൻഗൾഫിങ് വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ എൻഗൾഫിങ് കൃത്യമായിട്ട് വർക്ക് ചെയ്തു, അല്ലേ? അതിനുശേഷം വീണ്ടും നമുക്കൊരു ക്യാൻഡിൽ കിട്ടിയപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ സപ്പോർട്ട് ലൈൻ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലേ? ഈ സപ്പോർട്ട് ലൈൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് ഇവിടെ നമ്മളൊരു ട്രേഡ്, ഈ ബുള്ളിഷ് എൻഗൾഫിങ് കണ്ടുകൊണ്ട് നമ്മളൊരു ട്രേഡ് അടുത്ത ക്യാൻഡിലിൻ്റെ എടുത്തു, അല്ലേ? ഇവിടെ ഇതിന് മുകളിൽ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി നേരെ തിരിച്ചു വന്നു. എങ്കിലും നമ്മളിത് കട്ട് ചെയ്ത് പോയില്ല, ഇല്ലേ? 50% ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് നേരെ തിരിച്ച് അതുപോലെ തന്നെ പോയി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിച്ചില്ല. ഇവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത്തരം വരെ പോയിന്റ്, ഏകദേശം ഒരു 10-50 പോയിന്റോളം നമുക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടി. പിന്നെ ഒരു കൺസോൾട്ടേഷൻ ട്രൈ ചെയ്തത്. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊരു PE പിടിക്കായിരുന്നു, ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അല്ലേ? അതിനുശേഷം ഇതിന് താഴെ വന്നു, ഈ സപ്പോർട്ട് എടുത്തു, ഈ ബോക്സിന്റെ താഴെ ഇത് വിട്ടേരെ, ഫസ്റ്റ് ബോക്സാണ്. രണ്ടാമത്തെ സപ്പോർട്ട് ഇവിടെ എടുത്തപ്പോൾ നമുക്ക് എന്ത് പറ്റി? ഇവിടുന്ന് നമ്മളൊരു ബോക്സ് വരച്ചത്, ആ ബോക്സിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് തിരിച്ചു പോയി. ഓക്കെ, ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചു മാർക്കറ്റ് ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ട് വീണ്ടും ഒരു ഹ്യൂജ് ക്യാൻഡിൽ, ഒരു മർബോസ്. ഇവിടെ നോക്കിക്കേ, ഇതൊരു കറക്റ്റ് ബെയറിഷ് മർബോസുമാണ്. ഇതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അല്ലേ? ബെയറിഷ് മർബോസ് വന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം. കാരണം ഇത് ബ്രേക്ക് ചെയ്തായിട്ടുണ്ട്, ബോക്സിനകത്ത് കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ഇവിടെ വരെ കിട്ടും, അല്ലെ? ഇവിടെ ഈ ബോക്സിൽ ഇവിടെ വരെ കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അവസരത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു ട്രേഡിന് വേണ്ടി പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം നമ്മൾ ഫസ്റ്റ് എൻഗൾഫിങ് ഫെയിലായി അല്ലേ, നമ്മുടെ ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ചെയ്തില്ല. പക്ഷെ രണ്ടാമത്തെ എൻഗൾഫിങ് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു അടിപൊളിയായിട്ട്. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, ചെറിയ നഷ്ടമേ വരത്തുള്ളൂ. ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ, ഇവിടെ വരെയുള്ള സ്റ്റോപ്പ് ലോസ്. അവിടുന്ന് മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്ത് ബൗൺസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ഒരു പ്രതിഭാസം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഞാൻ കൃത്യമായിട്ട് ലൈവിൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അല്ലേ. അപ്പോൾ ഇനി നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം. നാളത്തെ ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈ ബോക്സ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഈ ബോക്സിന് മുകളിലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഈ ബോക്സ് വേറെ വരയ്ക്കാനൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കൊരു വര വരയ്ക്കാം. ഈ സപ്പോർട്ട് ഇതൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടായിരുന്നു. ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കൂട്ടാം. ഓക്കെ, അത് ഗ്രീൻ ലൈൻ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് കൂട്ടിക്കോ. ഇത് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് അല്ലാതെ വെക്കാം. ഇത് ഫസ്റ്റ് ഒന്ന്, ഇത് രണ്ടാമത്തേത്, ഇതിവിടെ രണ്ടാമത്തെ ലൈൻ, പിന്നെ ബാക്കി മൂന്നാമത്തെ കൂടെ. താഴോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ബോക്സ്, ഇത് ബോക്സ് ആണ് നമ്മുടെ ലക്ഷ്യം. ബോക്സിന്റെ കാര്യം മറന്നുപോയില്ല. ഓക്കെ, താഴോട്ട് അത് മാറി. ഇതാണ് നമ്മുടെ ബോക്സ്. ഓക്കെ, രണ്ടാമത്തെ ബോക്സിന്റെ ലൈൻ. ഓക്കെ, ഈ ബോക്സ് ആണ്. ഇവിടെ കൂടെ ഞാനൊരു ലൈൻ വരച്ചിട്ടേക്കാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. അടുത്തത് നമുക്ക് താഴോട്ട് വരുവാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങോട്ട്. അടുത്തത് നമുക്ക് ഇത് ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനാണ് അടുത്തത്. ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴെ പോകുന്ന നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ വര വരച്ചിട്ടേക്കാം. ഇത് പൊട്ടിയാൽ പിന്നെ ഭീകര പൊട്ടലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ട്രെൻഡ് ലൈൻ്റെ അവിടെ നിന്നോട്ട് ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ ലൈൻ തന്നെ പോട്ടെ. അടുത്തത് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കി കറക്റ്റ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ നാളത്തെ ലെവലുകൾ. അപ്പോൾ എല്ലാവരും നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഇന്നത്തെ നമ്മൾ പ്രൈസ് ആക്ഷൻ കണ്ടല്ലോ. പ്രൈസ് ആക്ഷൻ ശരിക്കും നിങ്ങൾക്ക് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രൈസ് ആക്ഷനും ഇവിടെ മനസ്സിലാൻ പറ്റും. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ പക്ഷേ ന്യായം പാലിക്കണം. ന്യായം പാലിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയും കാണത്തില്ല. അപ്പം ചെറിയ പ്രോഫിറ്റ്, 20-30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുക. അടുത്ത എൻട്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ എന്താ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് തിരിച്ച് ബ്രേക്ക് ചെയ്യുവാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ നല്ല ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് ഇവിടം വരെ, ഈ മർബോസ് കണ്ടു കഴിഞ്ഞവർക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ശരിക്കും നോക്കി ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.